വിഷ്ണുവിൻ്റെ അമ്മേനെ കൊണ്ടുവിടാനായിട്ട് സെൻട്രലിൽ പോയതാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് പുരട്சி தலைவர் ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലോകത്തെ ഏറ്റവും വലിയ പേരുള്ള രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനായിട്ടാണ് അറിയപ്പെടുന്നത്. അമ്മക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ് കണ്ടത്. സബർബൻ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഈ മഞ്ഞബോഗിയിലാണ് റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ് ഉള്ളത്. വണ്ടി എടുത്ത് വരുന്നവർക്കാണെങ്കിൽ 2 സ്ഥലത്ത് പാർക്ക് ചെയ്യാം. അങ്ങ് ആ കാണുന്നിടത്താണ് മെട്രോന്റെ പാർക്കിംഗ് ഉള്ളത്. അതല്ലാണ്ട് ഓപ്പോസിറ്റിൽ വേറൊരു പാർക്കിംഗ് കൂടി ഉണ്ട്. മെട്രോന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നാൾ ചെയ്തിട്ടുണ്ട്. പണ്ട് ചെയ്തതാണ്. കാറുകൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ പേ ആൻഡ് യൂസ് ആണ്, പൈസ കൊടുക്കണം, പേ ചെയ്യുന്നതാണ്. അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അങ്ങ് പോകും. നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ വലതുവശത്തായിട്ടാണ് ഈ കാണുന്ന റെയിൽ കോച്ച് റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പം നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. കോച്ച് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. AC റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ വലതുവശത്തായിട്ടാണ് കിച്ചൺ ഉള്ളത്. ഇവിടെ തന്നെ നമുക്ക് മെനു ബോർഡ് കാണാം. ആലു പറാത്ത, പനീർ പറാത്ത, മഷ്റൂം പറാത്ത, വെജ് ബിരിയാണി, വെജ് പുലാവ്, പലതരത്തിലുള്ള ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചില്ലി പനീർ, ഗോബി മഞ്ചൂരിയൻ, പനീർ 65, ഇഡ്ഡലി, മസാല ദോശ, വട, പലതരത്തിലുള്ള ചാട്ട് ഐറ്റംസ്, ഫലൂദാസ്, മിൽക്ക് ഷേക്ക്, ഐസ്ക്രീം, ഇങ്ങനെ പലതരത്തിലുള്ള വെജ് റെസ്റ്റോറൻ്റ് ആണിത്. ഞങ്ങൾ വന്നപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരു ചാട്ട് ഐറ്റം കഴിക്കാന്ന് വെച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തത് രാജ് കച്ചോരി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതുവരെ കഴിക്കാത്തതുകൊണ്ട് തന്നെ അത് എങ്ങനെ ഉണ്ടാവുമെന്ന് കഴിക്കാന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെയുള്ള ചേച്ചി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ട് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതിലെന്ന് വെച്ചാൽ വലിയൊരു പാനിപ്പൂരിനകത്ത് അവിടെയുള്ള പാത്രത്തിൽ നിറച്ച് വെച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇട്ട് വെച്ചിട്ടുള്ള ഒന്നാണിത്. ഇപ്പം ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാണാൻ ഭയങ്കര രസമാണ്. കഴിക്കുമ്പോൾ ചെറിയ മതിലൊക്കെ ഉണ്ട്. അപ്പം അവിടുന്ന് അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിള്ളേർ 2 കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനും വിഷ്ണുനും കൂടി കഴിച്ചു. അപ്പം തന്നെ വയറ് ഫുള്ളായിട്ടാണ് ഉള്ളത്. ഇതിന് റേറ്റ് വരുന്നത് 120 റുപ്പീസാണ്. ചെറിയൊരു മധുരവും മിക്സ്ചറിൻ്റെയും കടലക്കയും മാതളത്തിൻ്റെ എല്ലാം ഒരു ക്രഞ്ചും ഒക്കെയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒന്നാണ്. അമ്മക്ക് ടാറ്റ പറയടാ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കടയിനെക്കാട്ടി തിരക്കായിരുന്നു താഴെയുള്ള കുഞ്ഞു കടയിൽ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാന്ന്. അപ്പോൾ ആ കാണുന്ന ബിൽഡിംഗ് ആണ് സബർബൻ റെയിൽവേ സ്റ്റേഷൻ. അവിടെ കാണുന്ന മഞ്ഞലായിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ പോയ റെസ്റ്റോറൻറ്റ്. ഇതാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞിട്ടുള്ള മെയിൻ റെയിൽവേ സ്റ്റേഷൻ. പക്ഷെങ്കിൽ അത് കിട്ടുന്നില്ല. ഇവിടുന്ന് യൂട്ടേൺ എടുത്തിട്ടാണ് നമുക്ക് പോകേണ്ടത്. ചെന്നൈ മെട്രോ